ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു പ്രഗ്നൻസി ടെസ്റ്റ് വീട്ടിൽ തന്നെ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് ഈ പ്രഗ്നൻസി കിറ്റ് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനൊന്നും ആവശ്യമില്ല. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു കിറ്റ് വാങ്ങാവുന്നതാണ്. അതിനുശേഷം ഈ ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാം. അപ്പം നോർമലി എന്നാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോർമൽ പീരിയഡ്സ് കറക്റ്റായിട്ടുള്ളവർ നമുക്ക് പീരിയഡ്സിൻ്റെ ഡേറ്റ് ആയിട്ട് പീരിയഡ്സ് ഒരു ദിവസമൊക്കെ ഡിലേ ആയിട്ട് പീരിയഡ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പീരിയഡ്സ് നോർമൽ അല്ലാത്തവർക്ക് അത് എക്സാക്റ്റ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. എങ്കിൽ പോലും ഒരു പ്രീവിയസ് മന്തിൽ വന്ന ആ ഒരു ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നോർമലി ഒരു പ്രഗ്നൻസി കിറ്റിൽ 2 ലൈൻസ് ആയിരിക്കും ഉണ്ടാകുക. കൂടാതെ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും നമ്മുടെ യൂറിൻ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു സെക്ഷന്. ഒന്നെങ്കിൽ അത് ബ്ലൂ കളർ അല്ലെങ്കിൽ പിങ്ക് കളർ ലൈൻസാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രി കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് ഉള്ള യൂറിനാണ് നമ്മൾ നോർമലി ഈ കിറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാറുള്ളത്. അതായത് രാവിലത്തെ യൂറിൻ വേണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ഹോർമോണാണ് HCG എന്ന് പറഞ്ഞൊരു ഹോർമോൺ. ആ ഹോർമോൺ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ യൂറിനിൽ തിരിച്ചറിയാൻ സാധിക്കും. അതിനപ്പം ഈ സമയത്തായിരിക്കും നമ്മൾ നൈറ്റ് ഫുള്ള് കഴിഞ്ഞിട്ട് മോർണിംഗ് ചെയ്യുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ട് ഇതുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് ഉള്ള യൂറിൻ തന്നെ എടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ വാങ്ങുന്ന കിറ്റിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് യൂറിൻ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ഒരു ഫില്ലറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. നമുക്കത് വെച്ചിട്ട് യൂറിൻ ഡ്രോപ്പ് അതിലേക്ക് പറയുന്ന സ്ഥലത്ത് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ എത്ര സമയമാണോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റ്, അത് ഡിപ്പെൻഡ് ഓൺ ടെസ്റ്റ് കിറ്റിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അത്രയും സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നോക്കുക അതിൽ പ്രഗ്നൻ്റ് നോൺ പ്രഗ്നൻ്റ് എന്ന രീതിയിലും അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ 2 ലൈനാണ് മെയിനായിട്ടുള്ളത്. 2 ലൈനും വന്നിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവാണ്. 1 ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ പ്രഗ്നൻസി നെഗറ്റീവാണ്. ചില കേസിൽ 2ാമത്തെ ലൈൻ വളരെ ലൈറ്റായിട്ട് ഒക്കെ ഉണ്ടായിരിക്കുക. അങ്ങനത്തെ വരുന്ന കേസിൽ നമ്മളൊരു കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് HCG ഹോർമോണിൻ്റെ അത് വളരെ ലൈറ്റായിട്ടൊക്കെ ഉള്ളെങ്കിൽ ചില സമയത്ത് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നെഗറ്റീവ് ആണെന്ന് നമ്മൾ ഇയർലി ആയിട്ട് ആ പീരിയഡ്സിൻ്റെ ഡേറ്റ് മിസ്സാകുന്നതെന്ന് നോക്കിയാലും ചില കേസിൽ നെഗറ്റീവായിട്ട് വരാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ തന്നെ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ട് ബാക്കി ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പീരിയഡ്സ് മിസ്സായിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് ഡൗട്ടുള്ളവരോ കിറ്റ് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്